ഹലോ, ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു മുട്ട മസാലയുടെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നേക്കണത്. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും ഈ ഒരു റെസിപ്പി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും അറിയാത്തവർക്കായിട്ട് ഞാനിന്ന് വീട്ടിലുണ്ടാക്കിയപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴാണ് ഇങ്ങനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി മസാല ഇട്ട് കൊടുത്തു കേട്ടോ. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവാളയും നല്ലപോലെ വഴന്ന് വരണം. നന്നായിട്ട് സവാള വഴന്ന് വരുമ്പോഴാണ് കറിക്ക് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ സവാള നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ അത്രയും നല്ലത്, എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ സാധാ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മല്ലിപ്പൊടി ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ആഡ് ചെയ്തത് മീറ്റ് മസാലയാണ്. അത് നമ്മൾ എത്രയാണോ മസാലയുടെ കണക്കനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മീറ്റ് മസാലയും ചേർത്ത് നന്നായിട്ട് മസാലയുടെ ആ പച്ച സ്മെല്ലൊന്ന് പോയി വരുന്നവരെ നല്ലപോലെ വഴറ്റി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ആഡ് ചെയ്ത് തക്കാളി നന്നായിട്ട് വഴലണം. മഷി പോലെ ആവണം തക്കാളി. നല്ല പേസ്റ്റായിട്ട് മസാല വരണം കേട്ടോ. മസാലയും കൂടി നല്ല പേസ്റ്റായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് വഴന്ന് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യണം കേട്ടോ. അതിലേക്ക് വെള്ളം ആഡ് ചെയ്യണം. അപ്പോൾ ഗ്രേവി കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ചൂടുവെള്ളമാണ് ആഡ് ചെയ്യണം. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്കിതിലേക്ക് മുട്ട ഇതുപോലെ പൊട്ടിച്ച്, എൻ്റെ ഫസ്റ്റ് ഒഴിച്ച ആ മുട്ടയുടെ ആ കരു ഒന്ന് പൊട്ടിപ്പോയി കേട്ടോ. പൊട്ടാതെ കിട്ടിയാൽ അത്രയും നല്ലത്. അപ്പോൾ പൊട്ടാതെ മുട്ടയുടെ കരു എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം മീൻസ് ഇതൊന്ന് സെറ്റായിട്ട് വരണം. അങ്ങനെ ഞാൻ മൂടി വെച്ച് ഒരു 5-10 മിനിറ്റോളം ഇതിങ്ങനെ ചെറുതീയിൽ വേവിച്ചു കേട്ടോ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്കിങ്ങനെ ജസ്റ്റ് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. ഞാനങ്ങനെ ചെയ്യണില്ല. ഞാനിങ്ങനെ തന്നെ മസാല അടിയിൽ നല്ല പോലെ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായ പ്ലീസ് സപ്പോർട്ട്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം. ബൈ ബൈ.